കൂട്ടുകാരെ, നമുക്കിന്നൊരു ചെറുപയർ ദോശ ഉണ്ടാക്കിയാലോ. അതിനായി നമുക്കൊരു പാത്രം എടുത്ത് 1 കപ്പ് പച്ചരി, പിന്നീട് 1 കപ്പ് ഉഴുന്ന്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറുപയർ, അതും 1 കപ്പ് ചേർക്കാം. കൂടെ 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുതിരാൻ വേണ്ടി 5 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. 5 മണിക്കൂറിന് ശേഷം ഇത് നന്നായി കുതിർന്നു കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഈ മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി 7 മണിക്കൂറിന് ശേഷം നോക്കാം. 7 മണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ കണ്ടോ, നല്ല പൊങ്ങി സെറ്റായി നമ്മുടെ മാവ്. നമുക്കിനി ഒരു ദോശ ഉണ്ടാക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായി ഇളക്കാം. കുഞ്ഞിപ്പെണ്ണ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. അവൾക്ക് ദോശ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറ്റി നിൽപ്പുണ്ട്. എന്നാ ദോശ വേണം? കുട്ടിച്ചാത്തൻ ദോശയോ? കുഞ്ഞിപ്പെണ്ണിന് കുട്ടിച്ചാത്തൻ ദോശ വേണം. നമുക്ക് ആദ്യം സാധാ ദോശ ഉണ്ടാക്കി നോക്കാം. സാധാ ദോശ ഉണ്ടാക്കിയപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ ചെറുപയർ കഴിക്കത്തേ ഇല്ല. അവൾക്ക് പായസമായിട്ട് കൊടുത്താലും എങ്ങനെ കൊടുത്താലും അവൾ കഴിക്കത്തില്ല. അതുകൊണ്ട് ദോശയാക്കി കൊടുക്കാൻ തുടങ്ങി. ദോശ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ദോശ മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമുക്കത് തിരിച്ചിടാം. കണ്ടോ, നല്ലതായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറുവശം കൂടെ കുറച്ചങ്ങ് മൊരിയട്ടെ. എന്നിട്ട് നമുക്ക് മടക്കി പാത്രത്തിലോട്ട് എടുത്തേക്കാം. മറുവശം മൊരിഞ്ഞ് കേട്ടോ. നല്ല സൂപ്പർ മൊരിമൊര ദോശ റെഡിയായി. നമുക്കിത് ഇനി പാത്രത്തിലോട്ട് വെക്കാം. കുഞ്ഞിപ്പെണ്ണിന് ഈ ദോശയൊന്നും അല്ല കേട്ടോ ഇഷ്ടം. അവൾക്ക് കുട്ടിച്ചാത്തൻ ദോശ, വാവ ദോശ, അങ്ങനെ പല ദോശയൊക്കെ അവൾക്ക് ഇഷ്ടം. ഇത് റെഡിയായി. ഇനി നമുക്ക് കുട്ടിച്ചാത്തൻ ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയ അളവിൽ മാവെടുത്ത് പാനിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് ചെറുതായി ഒഴിച്ച് അതിനേക്കാൾ ഇച്ചിരി കൂടെ മാവെടുത്ത് അതിനൊപ്പം തന്നെ താഴത്തേക്ക് ഒഴിച്ചു. പിന്നെ ചെവിയും ഒഴിച്ചു. ചെവിയായിട്ട് ചെറിയ 2 ഭാഗം, കാലായിട്ട് 2 ഭാഗം. തീർന്നു. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടിച്ചാത്തൻ ദോശ. ഇതിലേക്ക് ഞാൻ കണ്ണും വരക്കും കേട്ടോ. 2 കണ്ണ്, 1 സ്പൂൺ എടുത്ത് 2 കണ്ണും 1 വായും വരച്ച് കുട്ടിച്ചാത്തൻ ദോശ റെഡി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടമായി. നിങ്ങൾക്കോ?